സർവശക്തനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. ലോകം വളരെ ഭയത്തിലും യുദ്ധമുഖത്തും ആയിരിക്കുമ്പോൾ, ലോകം വല്ലാത്ത ഭീതിയിലൂടെ കടന്നു പോകുമ്പോൾ, എളിവരാകുന്ന നമുക്ക് സമാധാനത്തോടും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് സന്തോഷത്തോടും കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ ആക്രമിച്ചു എന്ന ഭീതികരമായ ഒരു വാർത്തയാണ് നാം ഈ ശനിയാഴ്ച രാവിലെ കേട്ട് ഉണർന്നത്. എന്നാൽ ഈ യുദ്ധം തുടരുമോ, അത് എങ്ങനെയായിരിക്കുമെന്നുള്ള ഭീതിയിൽ നിങ്ങളും ഞാനും ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു ആശ്വാസ സ്ഥാനമുണ്ട്, ഒരു അഭയസ്ഥാനമുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ സന്നിധിയാണ്. നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പിനെ ഓർത്ത് അവനെ ആരാധിക്കുവാൻ കഴിയുന്ന ഇടം. ഇന്ന് കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 6 മുതൽ 11 വരെയുള്ള വാക്യം. കേട്ടോ, വിളിച്ചു പറയുക എന്നൊരുത്തൻ പറയുന്നു. എന്തു വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയും ആകുന്നു. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതേ, ജനം പുല്ലു തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. അവന്റെ ഭുജം അവനു വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാറിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. നാം ഇവിടെ സുവാർത്ത ദൂതിയായ സിയോനെ എന്നുള്ള വിളി കേൾക്കുകയാണ്. അതെ, ഒരു സദ്വർത്തമാനം പറയുവാൻ സിയോനുണ്ട്. ഒരു സദ്വർത്തമാനം വിളിച്ചു പറയുവാൻ യെരൂശലേമിനുണ്ട്. ഇന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്നുള്ളത് എല്ലാവർക്കും ഭയം നൽകുന്ന ഒരു വാർത്തയാകാം. ഇന്ന് അമേരിക്കയും ഇറാൻ തമ്മിലുള്ള യുദ്ധം, ഇസ്രായേൽ ആക്രമിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും അതൊരു സദ്വർത്തമാനം അല്ല, അത് നമുക്ക് ഭീതി നൽകുന്ന ഒരു വാർത്ത മാത്രമാണ്. എന്നാൽ ഇതാ ഒരു സദ്വർത്തമാനം. എന്താണ് സദ്വർത്തമാനം? സിയോന് പറയുവാനുള്ള സദ്വർത്തമാനം, യെരൂശലേമിന് പറയുവാനുള്ള സദ്വർത്തമാനം. അപ്പോൾ ഇവിടെ പ്രവാചകൻ ചോദിക്കുകയാണ്, എന്തു ഞാൻ വിളിച്ചു പറയേണ്ടു? എന്താണ് വിളിച്ചു പറയുവാൻ ദൈവം പറയുന്നത്? യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അതാണ് 5-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് നാം നോക്കിയാൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സകല ജഡവും അത് പുല്ലുപോലെ ആണ്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത് അങ്ങനെയാണ്. എന്താണ് സകല ജഡവും പുല്ലുപോലെയാണ് എന്ന് പറയുമ്പോൾ, അതെ, ഇസ്രായേലിലെ ഒരു വലിയ കൂട്ടം ജനം അഥവാ 10 ഗോത്രം അവർ അസീറിയയിലേക്ക് അടിമത്വത്തിലേക്ക് പോയിരുന്നു. ആ അസീറിയ നശിച്ച് അവിടെ നിന്ന് അവർക്കുണ്ടാകുന്ന, ഇസ്രായേൽ ജനത്തിനുണ്ടാകുന്ന ഒരു വിടുതലും മാറ്റവും. എന്നാൽ പിന്നീട് ബാബിലോണിലേക്ക് അടിമത്വത്തിലേക്ക് പോയ 2 ഗോത്രം അവർ അന്ധകാരത്തിൽ, അടിമത്വത്തിൽ വല്ലാത്ത നിലയിൽ കടന്നുപോയി. എന്നാൽ 70 വർഷങ്ങൾക്ക് ശേഷം അതേ ബാബിലോണും തകർന്ന് അവിടെ നിന്ന് ഇസ്രായേൽ തിരിച്ചു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ബാബിലോണും അസീറിയയും പിന്നെ വന്ന പേർഷ്യൻ സാമ്രാജ്യവുമൊക്കെ, ഗ്രീസ് സാമ്രാജ്യവുമൊക്കെ തകർന്ന് താളടിയായി പോയി. അതുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, മനുഷ്യരുടെ ചരിത്രം നോക്കുമ്പോൾ ദൈവത്തിന് പറയുവാനുള്ള വ്യക്തമായ ഒരു വാക്കാണ് സകല ജഡവും പുല്ലുപോലെ എന്ന്. അത് ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതേ, ജനം പുല്ല് തന്നെ. ഇന്ന് ലോകത്തിൽ എത്രയോ യുദ്ധങ്ങൾ നടക്കുന്നു.
അതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ യുദ്ധങ്ങൾ ഉണ്ടാക്കിയ നേതാക്കന്മാരും ശക്തന്മാരൊക്കെ മാറ്റപ്പെടും. അതെ, അവർ പുല്ലുപോലെ മാത്രമാണ്. യഹോവയുടെ വായിലെ ശ്വാസം അവരെ മാറ്റും എന്ന് നാം അറിയുന്നു. എന്നാൽ സുവാർത്താദൂതിയായ സിയോന്, സുവാർത്താദൂതിയായ യെരൂശലേമിന് ഒരു വലിയ ശബ്ദം ഉയർത്തി പറയുവാനായിട്ടുണ്ട്. അതെന്താണ്? അത് ഭയപ്പെടാതെ അവർ ഉയർത്തി പറയേണ്ട ഒന്നാണ്. ഇതാ നിങ്ങളുടെ ദൈവം വരുന്നു, ഇതാ നിങ്ങളുടെ ദൈവം യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലുമുണ്ട്. അതെ, ഇവിടെ സുവാർത്താദൂതിയായ ഈ യെരൂശലേം സിയോൻ വിളിച്ചു പറയുന്നത് നമ്മുടെ കർത്താവ് വരുന്നു എന്നാണ്. ശരിക്കും ഇസ്രായേലിന് പറയുവാനുള്ള ആ ഗുഡ് ന്യൂസ്, സുവാർത്ത എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കുന്ന വിടുതലാണ്. നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ മേൽ എത്ര മനോഹരം! നിന്റെ കാവൽക്കാരുടെ ശബ്ദം കേട്ടുവോ? അവർ ശബ്ദമുയർത്തി ഒരുപോലെ ഉല്ലസിച്ചു ഘോഷിക്കുന്നു. യഹോവ സിയോനിലേക്ക് മടങ്ങി വരുമ്പോൾ അവർ അഭിമുഖമായി കാണും. അപ്പോൾ യഹോവയായ ദൈവം ഇസ്രായേലിന് വിടുതൽ നൽകി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നവരെയൊക്കെ തോൽപ്പിച്ച് അവർക്ക് നൽകുന്ന മഹാവിജയത്തെ കുറിച്ചും ഇസ്രായേലിലേക്ക് അവരുടെ കർത്താവ് മടങ്ങി വന്ന് അവർക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നത് ഇസ്രായേലിന് തീർച്ചയായും സുവാർത്തയാണ്, സന്തോഷത്തിന്റെ വാർത്തയാണ്. ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവരൊക്കെയും തോൽക്കുന്നത് ഇസ്രായേലിന് സമാധാനത്തിന്റെ വാർത്തയാണ്, സന്തോഷത്തിന്റെ വാർത്തയാണ്. ഇസ്രായേലിന് സന്തോഷത്തിന്റെ വാർത്തയായി തീർന്നതാണ് അസീറിയ, ബാബിലോൺ, പേർഷ്യൻ സാമ്രാജ്യങ്ങളുടെ നാശവും ഇവരുടെ വിടുതലും ഒക്കെ. എന്നാൽ ഇസ്രായേലിന് സദ്വർത്തമാനമായി തീർന്നത് അവരുടെ ശത്രുക്കളെ ദൈവമില്ലായ്മ ചെയ്യുന്നതും അവരുടെ കർത്താവായി വാഴും എന്നുള്ള 1000 ആണ്ട് വാഴ്ചയോടുള്ള ബന്ധത്തിലെ വാഗ്ദത്തവും ഇസ്രായേലിന് സദ്വർത്തമാനമാണ്. എന്നാൽ നിങ്ങൾക്കും എനിക്കും അതല്ലല്ലോ സദ്വർത്തമാനം. നമ്മുടെ സദ്വർത്തമാനം എന്താണ്? നമ്മുടെ സദ്വർത്തമാനം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിൽ നിന്ന് ലഭിച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിടുതലാണ്. അതെ, we receive salvation from sin and Satan. പിശാചിൽ നിന്നും പാപത്തിൽ നിന്നുമുള്ള രക്ഷ നാം പ്രാപിക്കുന്നത്, നിത്യമായ നരകത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുന്നത്, അതാണ് നമ്മുടെ സദ്വർത്തമാനം. അതെ, ഈ സുവാർത്ത, ഈ സുവിശേഷം നിങ്ങൾക്കും എനിക്കും നൽകിയ വലിയ മാറ്റം. നമ്മുടെ കർത്താവ് വന്നു, നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കും എനിക്കും രക്ഷദാനമായി തന്നു. അത് നമ്മുടെ കർത്താവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ൽ പറയുന്നുണ്ട്: എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പിക്കുവാനും എന്ന് നാം കാണുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ വാക്ക് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ വായിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തു പ്രസാദ വർഷവുമായി ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വന്നു. ആ പ്രസാദ വർഷം കർത്താവ് പ്രസംഗിച്ചു. അവൻ പാപത്തിന് പരിഹാരം വരുത്തി നിങ്ങൾക്കും എനിക്കും അവന്റെ അഭിഷേകം പകർന്നു തന്നു. നിങ്ങളിലും എന്നിലും അവന്റെ പരിശുദ്ധാത്മാവിനെ തന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദൈവമക്കളായി തീർന്നതോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ നമുക്കിടയായി. യോഹന്നാന്റെ 1-ാം ലേഖനം, അതേ, അവിടെ നാം കാണുന്നുണ്ട് 2-ാം അധ്യായത്തിന്റെ 20-27 വാക്യങ്ങളിൽ നിങ്ങൾക്കും എനിക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2 കൊരിന്ത്യർ 1-ന്റെ-21 നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതെ, നാം പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചവരാണ്. അങ്ങനെയുള്ള അഭിഷേകം നിങ്ങൾക്കും എനിക്കും യേശു ക്രിസ്തു മുഖാന്തരം ലഭിക്കുവാൻ ഇടയായി തീർന്നു.
യേശു ക്രിസ്തു സദ്വർത്തമാനവുമായി വന്നു. എന്നാൽ ഇനിയും അവൻ വരുന്നത് കർത്താവിന്റെ പ്രതികാര ദിവസവുമായിട്ടാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇസ്രായേലിനെ ആക്രമിക്കുന്ന, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യുന്ന ലോകത്തിലെ സകല ജാതികളും അവരുടെ ചുറ്റും കൂടി അവരെ നശിപ്പിക്കുവാൻ തുടങ്ങുമ്പോൾ, ആ 7 വർഷത്തെ മഹാപീഡന കാലത്തിന്റെ അവസാനത്തിൽ അതാ അവർ ഭീതിതരായി കർത്താവിനെ കരഞ്ഞു വിളിക്കുമ്പോൾ, അവർ കുത്തിവെക്കിലേക്ക് നോക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് വരികയാണ്. അവരെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് ഇറങ്ങി വരും. എന്നാൽ 7 വർഷത്തെ മഹാപീഡന കാലം ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കാതെ അവനെ തിരസ്കരിച്ച, അവനെ വേണ്ട എന്ന് വെച്ച ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യഹോവയുടെ പ്രതികാര ദിവസമാണ്, ദൈവത്തിന്റെ ക്രോധ ദിവസമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 നിന്നും നാം കാണുന്നത് നമ്മുടെ ദൈവം വരുന്നു. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരികയാണ്. നിങ്ങളെയും എന്നെയും ചേർക്കുവാൻ കർത്താവ് വരും. നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, 9-ാം വാക്യം, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. 11-ാം വാക്യം, ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാരണത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. ഇന്നും നിങ്ങളും ഞാനും അവന്റെ ആടുകളാണ്. നമ്മളെ തോളിൽ വഹിക്കുന്ന നമ്മുടെ ഇടയൻ, നിങ്ങൾക്കും എനിക്കും വേണ്ടി യാഗമായി തീർന്ന നമ്മുടെ ഇടയൻ, നിങ്ങൾക്കും എനിക്കും വേണ്ടി വീണ്ടും വരുന്ന ശ്രേഷ്ഠ ഇടയൻ, അവൻ നമ്മുടെ നല്ല ഇടയനാണ്. നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ നല്ല ഇടയൻ, നമ്മുടെ നല്ല ഇടയനായ കർത്താവ് അനുദിനം നമ്മളെ നടത്തുന്നില്ലേ? ഇന്നും അവന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് അവന്റെ മനോഹരിത്വം കണ്ട് അവനെ ആരാധിപ്പാൻ നമുക്ക് പ്രേരണ നൽകിയില്ലേ? നമുക്ക് കർത്താവിന്റെ മഹത്വം കാണാം. നിങ്ങൾക്കും എനിക്കും വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു. അവൻ നമ്മെ രക്ഷിപ്പാനായി വരുന്നു. തന്റെ സന്നിധിയിൽ ചേർക്കുവാൻ വരുന്നു. അവൻ രാജാതിരാജാവായി ഭൂമിയെ വാഴും. നമുക്കതോർത്ത് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച രക്ഷ, അതിനായിട്ട് ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ രക്ഷകനെ അംഗീകരിക്കും, അവർ ഈ മെശിഹായെ സ്വീകരിക്കും എന്നുള്ള വലിയ വാഗ്ദത്വവും ഈ വചനം ഞങ്ങൾക്ക് നൽകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ലോകം വളരെ ഭീതിതമായ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ, ഞങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ആ ക്രൂശിലേക്ക് നോക്കുകയാണ്. പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് സകല യുദ്ധത്തിനും സമാപ്തി വരുത്തിക്കൊണ്ട് ഞങ്ങളുടെ ആ പരാജയത്തെ മാറ്റി ഞങ്ങൾക്ക് വിജയം നൽകിയ, ഞങ്ങളുടെ ശിക്ഷയെ മാറ്റി ഞങ്ങൾക്ക് രക്ഷ നൽകിയ, ഞങ്ങളുടെ നാശത്തെ നീക്കി ഞങ്ങൾക്ക് നല്ലൊരു അവകാശം നൽകിയ, ഞങ്ങളുടെ നരകം മാറ്റി ഞങ്ങൾക്ക് നിത്യ സ്വർഗം നൽകിയ ആ ദൈവത്തിന്റെ മഹാകരുണ ഞങ്ങൾ ആ ക്രൂശിൽ കാണുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവ് യുദ്ധം ചെയ്തു. ഞങ്ങളുടെ ശത്രുവായ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു. ഞങ്ങൾക്ക് വിടുതൽ നൽകിയത് ഞങ്ങൾ ഓർത്ത് ഞങ്ങളുടെ രക്ഷാനായകനെ ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് ആരാധിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങയുടെ പുത്രനെ ക്രൂശിൽ തകർത്ത് ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. എളിവനാകുന്ന ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും സർവ്വവല്ലഭനായ പ്രിയ പിതാവെ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.